ബഹുമാന്യരായ മാതാപിതാക്കളും പ്രിയ സഹോദരങ്ങളും ആയുള്ളവരും, അല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ബൈബിളിനെ ഉൾക്കൊണ്ടുകൊണ്ട് അല്പസമയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കുവാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ്. ഇപ്പോൾ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞെന്നാൽ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരിക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിന് പല സമയങ്ങളിലും പല രീതിയിൽ പ്രവർത്തിക്കും. നന്മ പ്രവർത്തിക്കും, തിന്മയും പ്രവർത്തിക്കും. ഇപ്പോൾ ബൈബിളിൽ സഭാപ്രസംഗി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളെ പോലെയാണ്. അത് അവരുടെ ജീവന്റെ കാര്യത്തിലാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനും മൃഗങ്ങൾക്കുമൊക്കെ ഒരുപോലെയാണ് ജീവൻ. ഇപ്പോൾ ജീവൻ ദൈവത്തിന്റെ ശ്വാസമാണ് എന്ന് തിരുവെഴുത്ത് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പത്രങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ ചില കാര്യം. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സുവിശേഷം എപ്പോഴും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മാവിന്റെ രക്ഷയുടെയും സന്ദേശമാണ്. അതിൽ മറ്റു യാതൊരു കാപട്യങ്ങളുമില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. യേശു അപ്രകാരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ കടന്നുപോയ 600-ൽ പരം ദൈവദാസന്മാർ എന്ന വടക്കേ ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ മനുഷ്യക്കടത്തിന്റെ പേരിലും നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞും മനുഷ്യക്കടത്തെന്ന് പറഞ്ഞു അവരെ അറസ്റ്റ് ചെയ്ത് ജയിലുകളിലുണ്ട്. അത് നാളുകളായി. അപ്പോൾ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനേക കഷ്ടതകളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അത് സഹിക്കുവാനുള്ള ശക്തി ദൈവം അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ദൈവശക്തി എന്ന് പറയുന്നത്. അതാണ് യേശു മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപപരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അതായത് യേശുവിനെ മരത്തിന്റെ തടിയോട് ചേർത്ത് കാലിലും കയ്യിലും ആണിയടിച്ചപ്പോൾ യേശു അത് ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാവ്, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പ്രാർത്ഥിച്ചത്.
ഏത് വിധത്തിലാണെങ്കിലും സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഏത് ദുരവസ്ഥ നേരിടേണ്ടി വന്നാലും അപ്പോഴൊക്കെ അവരുടെ പ്രാർത്ഥന ഇങ്ങനെ തന്നെയാണ്, ഇവരോട് ക്ഷമിക്കണമേ. ഇപ്പോൾ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തിന്റെ പേരിൽ ജയിലിലടച്ചിരിക്കുന്നു. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്, മീഡിയകളിലൊക്കെ കാണുന്നതാണ്. കന്യാസ്ത്രീകളെന്ന് പറയുന്ന അവർ ആർഭാട ജീവിതം നയിക്കുന്നവരല്ല. അവരൊക്കെയും ലളിതമായ ജീവിതം നയിക്കുന്നവരാണ്. നമ്മുടെ സമൂഹത്തിൽ നമുക്കവരെ കാണുവാൻ കഴിയും. അവരേറ്റവും നല്ല മനുഷ്യരാണ്. അവർ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ജീവിതം അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അവരാരും വിദ്യാഭ്യാസമില്ലാത്തവരല്ല, നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. കാരണം വിദ്യാഭ്യാസമില്ലാത്തതിന്റെ കുറവ് നമുക്ക് പത്രം വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അറിവില്ല. ഒരു രാജ്യത്തിന്റെ സമ്പത്തെന്ന് പറയുന്നത് നല്ല അറിവുള്ള, നല്ല സംസ്കാരമുള്ള തലമുറയാണ്. അങ്ങനെയുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് ഇവരൊക്കെയും അവരുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് മറ്റൊരു രീതിയിൽ കാണിച്ചുകൊണ്ട് മനുഷ്യൻ പല രീതിയിൽ പ്രവർത്തിക്കും. എനിക്ക് വളരെ ധൈര്യമായി പറയുവാൻ കഴിയും, യേശു ഒരു മതം സ്ഥാപിക്കാനല്ല ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്, മറിച്ച് മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ. പീഡനം അനുഭവിക്കുന്നവരും ഇവിടെ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്നവരുമായ ജനത്തെ തിരിച്ചറിയുവാൻ, അവരുടെ വിഷമതകളെ നീക്കുവാൻ വേണ്ടി അവർക്ക് ആത്മീയമായ ശക്തി, അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതാണ് ബൈബിൾ പറയുന്നതും പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചരിത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ എന്റെ സഹോദരിമാരെ ജയിലിലടയ്ക്കുമ്പോൾ ഒരു വിഭാഗം മാറി നിന്ന് ആനന്ദിച്ച് സന്തോഷിച്ച് ചിരിക്കുകയാണ്. അവരുടെ സ്വന്തം സഹോദരിയെ തന്നെയാണ് അവർ ജയിലിലടയ്ക്കുവാൻ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കി. മറ്റാരെയുമല്ല, അവരുടെ സ്വന്തം സഹോദരിയെ അല്ലെങ്കിൽ സഹോദരങ്ങളെ തന്നെ. അത് കാണണമെങ്കിൽ മതമങ്ങ് മാറ്റിവെച്ചിട്ട് അവരെ തന്നെ ഒന്ന് നോക്കണം. അവരിലുള്ള മനുഷ്യരെ ഒന്ന് നോക്കുമ്പോൾ കാണുവാൻ കഴിയും അവർ മനുഷ്യരാണെന്നും അവരും എന്നെപ്പോലെ തന്നെ ഇരിക്കുന്നവരാണ് എന്നും. അപ്പോൾ ഇവിടെ മതമല്ല വലുത്, മനുഷ്യനാണ് വലുത്. അതാണ് യേശു പഠിപ്പിച്ചത്. മനുഷ്യനിവിടെ കുറ്റവാളികളായി തന്നെ ജീവിക്കുവാനല്ല യേശു പഠിപ്പിച്ചത്. ഒരിക്കലും കുറ്റം ചെയ്യുവാതിരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് യേശു പറയുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അതിനാൽ ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ സഹോദരിമാർക്ക്, കന്യാസ്ത്രീകൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്. അവരുടെ വിടുതലിന് ഞാൻ പറഞ്ഞല്ലോ, 600-ലധികം ദൈവദാസന്മാർ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവര് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ഇവരാരും വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നത് അവിടെ ദുരുപദേശം നൽകുവാനോ അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ തല്ലിക്കുവാനോ ഒന്നുമല്ല. അറിവില്ലാത്ത ജനത്തിന് അറിവ് പകർന്നു കൊടുക്കുവാൻ. ഇന്ത്യയിലെ ഏതാണ്ട് 5 സംസ്ഥാനങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ്, ഒരു 5 വർഷം പോലും ആയിട്ടില്ല, ബീഹാറിൽ വെച്ച് ഞാനിങ്ങനെ കാണുവാനിടയായി തീർന്നു. ഒരു 10, 12, 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾ പാടത്ത് ഞാറ് നടുന്നു. കാരണം അവർ സ്കൂൾ കണ്ടിട്ടില്ല, സ്കൂളിൽ പോയിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും നാം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള തലമുറയെ കാണുവാൻ കഴിയും. അത്തരം തലമുറകളല്ല ഒരു രാജ്യത്തിന് അത്യാവശ്യം.
നല്ല വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, അറിവുള്ളവർ, അവരാണ് രാജ്യത്തിന്റെ സമ്പത്ത്. അങ്ങനെ അറിവില്ലാത്ത ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നവരാണ് ഈ സുവിശേഷ പ്രവർത്തകർ. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ജനങ്ങൾ. അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. കന്യാസ്ത്രീകളൊക്കെയും ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടന്നു തന്നെ അവിടെ ആദിവാസികളോടും വസ്ത്രങ്ങളോ ഭക്ഷണമോ വെളിച്ചമോ വഴിയോ ആശുപത്രിയോ സ്കൂളോ ഒന്നുമില്ലാത്ത ഇടങ്ങളിൽ കടന്നു തന്നെ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് നല്ല അറിവ് പകർന്നു കൊടുക്കുകയും അക്ഷരം പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അവരൊക്കെ. യേശു ആഗ്രഹിക്കുന്നതും അത്തരം പ്രവൃത്തികളാണ്. അല്ലാതെ മതം മാറ്റിവെച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മളെല്ലാം സഹോദരങ്ങൾ തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് അരയോപകക്കുന്നിൽ വെച്ച് അവിടുത്തെ ജനത്തോട് പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കാൻ അവൻ ഏകനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി എന്ന്. ഇപ്പോഴൊരു മനുഷ്യൻ ഈ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടെന്നാൽ അവൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് നോക്കിയതിനു ശേഷം ആയിരിക്കുമോ അവന് വേണ്ട സംരക്ഷണം കൊടുക്കുന്നത്. തന്റെ സഹോദരങ്ങളെ ജാമ്യമില്ലാതെ കിട്ടാതെ ഉള്ള നിയമങ്ങൾ ചുമത്തുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന കുറച്ചുപേർ, എല്ലാവരുമല്ല കുറച്ചുപേർ മാത്രം. അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അത് എന്റെ സഹോദരിയാണ്, എന്റെ സഹോദരൻ. അവരെ വധിക്കരുത്. എന്റെ ജീവൻ പോലെ തന്നെയാണ് അവരുടെയും ജീവൻ. അതിനാണ് പറഞ്ഞത്, സഭാപ്രസംഗിയിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനും മൃഗവും ജീവൻ കൊണ്ട് ഒന്നുപോലെയാണ്. എന്നാൽ പല സമയങ്ങളിലും മനുഷ്യന്റെ സ്വഭാവം മാറി അവൻ മൃഗത്തെ പോലെയാകും. അതിനാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. സുവിശേഷം എന്നത് യേശുക്രിസ്തു തന്നെയാണ്. ഈ ജയിലിലടയ്ക്കപ്പെട്ട ഈ ദൈവദാസന്മാരൊക്കെയും അവിടെ കടന്നുപോയത് ഈ സുവിശേഷം പ്രസംഗിക്കുവാനാണ്, സമാധാനത്തിന്റെ സന്ദേശം. അവർക്കൊക്കെയും നല്ല വിദ്യാഭ്യാസം നൽകുവാൻ. എന്നാൽ ലോകം ഒരിക്കലും മനുഷ്യന് അനുകൂലമല്ല എന്നുള്ളതിന്റെ തെളിവാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സ്വന്തം സഹോദരങ്ങളെ വേട്ടയാടുന്നു. ഏകനിൽ നിന്നാണ് മനുഷ്യജാതി എല്ലാം ഉണ്ടായതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. മനുഷ്യനെല്ലാം ഒരു ഒറ്റ തന്തയുടെ മക്കളാണെന്നും ബൈബിൾ പറയുന്നുണ്ട്. അതിൽ ശാസ്ത്രീയമോ അടിസ്ഥാന തെളിവുകളുമുണ്ട്. ഞാൻ മലയാളം സംസാരിക്കുമ്പോൾ അത് ഞാൻ വായു കൊണ്ടാണ് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലുള്ളവർ അവരുടെ വായു കൊണ്ട് തമിഴ് സംസാരിക്കുന്നു. വടക്കേ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ അവരുടെ വായു കൊണ്ട് അവരുടെ ഹിന്ദി സംസാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൂക്കുകൊണ്ട് ശ്വസിക്കുന്നു. ഏത് മനുഷ്യനാണ് മൂക്കുകൊണ്ടല്ലാതെ ശ്വസിക്കുന്നത്? ഒരു മനുഷ്യന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയെന്നാൽ മറ്റൊരു മനുഷ്യന്റെ കണ്ണ് അവന് കാഴ്ച നൽകുവാൻ ഉപകരിക്കുന്നു. ഒരു മനുഷ്യന്റെ വൃക്കകൾ നഷ്ടപ്പെട്ടു പോയെന്നാൽ മറ്റൊരു മനുഷ്യന്റെ വൃക്കയെടുത്ത് അവൻ ജീവൻ നിലനിർത്തുന്നു. ഒരു മനുഷ്യന് രക്തക്കുറവ് കൊണ്ട് മരിച്ചു പോകുവാൻ മിനിറ്റുകൾ അല്ലെങ്കിൽ സെക്കൻഡുകളെ ഉള്ളെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ രക്തം അവന് ദാനമായി നൽകി അവന്റെ ജീവനെ നിലനിർത്തുന്നു. ഇതുപോലെ പ്രിയമുള്ളവരെ, സകല മനുഷ്യന്റെയും അവയവങ്ങൾ പരസ്പരം മാറുകയും അത് സ്വീകരിക്കുന്നവർ അത് മുഖാന്തരം ജീവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ബൈബിൾ പറയുന്നത്,
സകല മനുഷ്യരും ഒരപ്പന്റെ മക്കളാണ്. വികാരങ്ങളും വിചാരങ്ങളും ചേതനകളും എല്ലാം നമുക്കൊരുപോലെയാണ്. കൊറോണ ഇവിടെ വന്നു. അതിഭയങ്കരമായ പകർച്ചവ്യാധി വരാത്ത എത്ര മനുഷ്യർ കാണുമായിരിക്കും എന്ന് പറയാനുണ്ട്. കാരണം രോഗങ്ങളും നമുക്ക് വരുന്നത് ഒരാൾക്ക് തന്നെയല്ല, പലർക്കും അതേ രോഗം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയെല്ലാം നാം കണക്ക് കൂട്ടി എന്തെങ്കിലും നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ അറിയുവാൻ കഴിയും. സകല മനുഷ്യരും ഒരപ്പന്റെ മക്കളാണ്. അപ്പോൾ പരസ്പരം പോരാടുവാനല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് ജീവിക്കുവാനാണ്. അതിനുവേണ്ടി ഓരോ മനുഷ്യന്റെയും ജീവിതം മാറ്റിവെക്കേണ്ടത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത്. കാരണം മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷകന്റെ ആത്മാവ് ശരിയായ കാര്യങ്ങളല്ല ചിന്തിക്കുന്നത്, ശരിയായതല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ അവന്റെ വിദ്യാഭ്യാസം കൊണ്ടോ അവന്റെ അറിവ് കൊണ്ടോ അവന്റെ ജാതിയുടെ ഉന്നതകൾ കൊണ്ടോ ഒന്നും അവരിലുള്ള പാപത്തെ നീക്കിക്കളയുവാൻ കഴിയുകയില്ല എന്ന് സൃഷ്ടാവായ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഈ ഭൂമിയിൽ കൂടി മനുഷ്യനായ മനുഷ്യരുടെയിൽ ജീവിക്കുകയും മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി 33 വയസ്സായപ്പോൾ ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോകുമ്പോൾ യേശു ഈ പ്രകാരം വിളിച്ചു പറയുവാൻ ഇടയായി, ഞാൻ വീണ്ടും വരും. എന്നിൽ വിശ്വസിച്ച് മരിച്ചവരെയും എന്നിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർച്ചു കൊണ്ടുപോകുവാൻ യേശു വീണ്ടും വരും. കർത്താവിന്റെ വരവടച്ചിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെയും. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട്, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ഈറ്റുനീയതിന്റെ ആരംഭമത്രയെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. എന്നാൽ ഇത് അവസാനമല്ല. അവസാനമോ മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അതിഭയങ്കരമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. അതിനു മുമ്പ് പ്രിയമുള്ളവരെ, ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ചെറിയ കാലഘട്ടം, അതാണ് മനുഷ്യന്റെ ആയുസ്സെന്ന് ബൈബിൾ പറയുമ്പോൾ എത്ര വയസ്സുവരെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന് കൃത്യം പറയുവാൻ ആർക്കും കഴിയുകയില്ല. അതിനു മുമ്പ് നമുക്ക് നേടുവാനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു കൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുവിൻ എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേട്ട സകല മനുഷ്യരെ ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തന്റെ സമാധാനവും സ്നേഹവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ